നിങ്ങളൊക്കെ സാധാരണ എത്ര മണിക്കൂറാണ് പണിയെടുക്കുക? സാധാരണ സർക്കാർ അനുവദിച്ചിരിക്കുന്ന തൊഴിലുകളിൽ പണിയെടുക്കുന്ന മനുഷ്യർ 8 മണിക്കൂറാണ് ജോലിയെടുക്കുക. അതിൽ അരമണിക്കൂർ 45 മിനിറ്റൊക്കെ ഇടയ്ക്ക് വിശ്രമവേളകളുമുണ്ട്. എന്നാൽ ഈ സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും ഇല്ലാത്ത ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അത് പോലീസുകാരാണ്. പോലീസുകാർക്കിടയിലെ ആത്മഹത്യയും സമ്മർദ്ദവും പെരുകുന്നു എന്ന വാർത്ത പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. നിയമസഭയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്തു. പക്ഷേ ഇപ്പോഴും പഴയ പടി തന്നെയാണ് കാര്യങ്ങൾ. പോലീസുകാർക്ക് സമ്മർദ്ദമാണ്, വിശ്രമമില്ല. എത്രയാണ് അവരുടെ ഡ്യൂട്ടി എന്നറിയാമോ? ചില ഉദ്യോഗസ്ഥർ, മേലേമാന്മാർ, താഴെയുള്ള പോലീസുകാർക്ക് അടിച്ചു കൊടുക്കുന്നത് 24 മണിക്കൂർ ഡ്യൂട്ടി അടിച്ചു കൊടുക്കും. ഇതാ കണ്ടോളൂ, 48 മണിക്കൂർ ഡ്യൂട്ടി അടിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. പോലീസുകാർക്ക് വിശ്രമം അനുവദിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് പുല്ലുവില. തിരുവനന്തപുരം വിഴിഞ്ഞം സ്റ്റേഷനിലെ CPO അജിത് രാജിന് ചെയ്യേണ്ടി വന്നത് 48 മണിക്കൂർ ഡ്യൂട്ടി, 2 ദിവസം തുടർച്ചയായി. സീനിയർ CPO വിജയകുമാറിന് 24 മണിക്കൂർ ഡ്യൂട്ടി. വിഴിഞ്ഞം സ്റ്റേഷനിലെ ഡ്യൂട്ടി രജിസ്റ്ററിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിന് പുല്ലുവില കൽപ്പിക്കുന്ന ഈ ഏമാന്മാരുടെ ധൈര്യം എവിടെ നിന്നാണ്? ഈ സാധാരണക്കാരായ സമ്മർദ്ദമേറ്റ് പണിയെടുക്കേണ്ടി വരുന്ന, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരുപാട് CPOമാരുടെയും SIമാരുടെയും ASIമാരുടെയും ഒക്കെ റിപ്പോർട്ടുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. എന്താണ് ഇങ്ങനെയൊരു ഉത്തരവ് വരാനുള്ള പശ്ചാത്തലം? അരുൺകുമാർ, ഇത് തലസ്ഥാനത്താണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി തന്നെ കൃത്യമായ വിശ്രമം പോലീസുകാർക്ക് നൽകുമെന്ന് നിയമസഭയിൽ ഉറപ്പു നൽകി. ജോലി സമ്മർദ്ദം കാരണം ആത്മഹത്യ പോലീസുകാർക്കിടയിൽ വർദ്ധിക്കുന്നതും മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. കൃത്യമായ വിശ്രമം അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് നൽകണമെന്ന നിർദ്ദേശം നേരത്തെ പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഉത്തരവുകളും മുഖ്യമന്ത്രിയുടെ ഉറപ്പുകളൊക്കെ പുല്ലുവിലയായി കൽപ്പിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അടക്കം ഇത്തരം കിരാതമായ, കാടത്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. അത് ഈ മാസം 2-ാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പോലീസുകാരുടെ ജോലി സമ്മർദ്ദം, അതുമായി ബന്ധപ്പെട്ട ആത്മഹത്യ വർദ്ധിക്കുന്നത് നിയമസഭയിൽ ചർച്ചയാകുന്നു. അത് അടിയന്തര പ്രമേയമായി എത്തുന്നു. ബജറ്റ് പ്രസംഗത്തിലൊക്കെ പ്രതിപക്ഷം ഇതൊരായുധമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതൊന്നും തിരിച്ചറിയാതെ പാവപ്പെട്ട, നിശബ്ദരായി, അവർക്ക് ഈ തൊഴിൽ പീഡനത്തിനെതിരെ ശബ്ദിക്കാൻ പോലും പറ്റാത്ത ഉദ്യോഗസ്ഥരെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്. ഇതിൽ അജിത് രാജ് എന്ന ഉദ്യോഗസ്ഥന് 48 മണിക്കൂറാണ് തുടർച്ചയായി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യേണ്ടി വന്നത്. വിജയകുമാർ എന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ 24 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വന്നു. ഇത് എവിടെയും കാണാത്ത മനുഷ്യത്വ രാഹിത്യം എന്ന് പറയാതെ വയ്യ. മനുഷ്യത്വരഹിതമായ ഈ നടപടിയാണ്. ഏതെങ്കിലും എമർജൻസി സാഹചര്യത്തിലാണോ ഇങ്ങനെയൊരു ഉത്തരവ് കൊടുത്തിരിക്കുന്നത്? അതായത് എന്തെങ്കിലും ഒരു എമർജൻസി ഓപ്പറേഷന്റെ ഇടയിൽ ചിലപ്പോൾ മണിക്കൂറുകൾ നമുക്ക് പണിയെടുക്കേണ്ടി വരും. നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരും മണിക്കൂറുകൾ പണിയെടുക്കാറുണ്ട്. ചില അപകടങ്ങൾ നടക്കുന്ന സമയത്ത്, അബിഗേൽ സാർ അറജിയുടെയൊക്കെ സമയത്ത് 28-30 മണിക്കൂറൊക്കെ നമ്മൾ തുടർച്ചയായി പണിയെടുത്തിരുന്നു. അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിലാണോ ഈ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്? അരുൺകുമാർ, അടിയന്തരമായ ഒരു സാഹചര്യവും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. ഈ ഡ്യൂട്ടി രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അതിൽ അജിത് രാജിൻ്റെ ഡ്യൂട്ടി നിശ്ചയിക്കുമ്പോൾ അതിൽ കൃത്യമായി ബ്രാക്കറ്റിൽ 48 hours കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഒപ്പം വിജയകുമാറിൻ്റെ ഡ്യൂട്ടി രജിസ്റ്ററിലും സമാനമായി തന്നെ 24 hours കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധാരണ നിലയിലുള്ള ഡ്യൂട്ടി മാത്രം. അത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെ സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഡ്യൂട്ടിയിൽ യാതൊരു മാറ്റവുമില്ല. അവർ സാധാരണ നിലയിൽ ഡ്യൂട്ടി ചെയ്യുന്നു. ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരത്തിൽ കടുത്ത രീതിയിൽ ഈ കിരാതമായ കാടത്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഡ്യൂട്ടി നൽകിയതിന് പിന്നിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ചില താല്പര്യമുണ്ടെന്ന് സംസാരമുണ്ട്. കാരണം അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പങ്കെടുത്തിരുന്നില്ല. ഇതിൻ്റെ കാരണം ചൂണ്ടിക്കാണിച്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ശിക്ഷ നൽകുന്നതിന് പകരം അവിടെ ഉണ്ടായിരുന്ന GD ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയകുമാറിനും ഒപ്പം അവിടെ സ്റ്റേഷനിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനായ അജിത് രാജിനും ശിക്ഷ നൽകുന്നു. അതും നിയമവിരുദ്ധമായ, മനുഷ്യത്വരഹിതമായ ശിക്ഷ നൽകിയിരിക്കുന്നു. ഇത്തരം ശിക്ഷകൾ നൽകാൻ പാടില്ല. ഇത്തരത്തിൽ വിശ്രമമില്ലാതെ ഡ്യൂട്ടി നൽകാൻ പാടില്ലെന്ന് പോലീസ് മേധാവിയുടെ നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായ ഇടവേളകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വിശ്രമം നൽകുമെന്ന ഉറപ്പ് നൽകി. ഈ ഉറപ്പുകളൊക്കെ പാഴ്വാക്കാകുന്നു. അതും തലസ്ഥാന നഗരിയിലെ ഈസ്റ്റ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷൻ, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. പോലീസിനകത്ത് വലിയ അസംതൃപ്തി ഇത്തരം നടപടി
പണികളിൽ പുകയുന്നുണ്ട്. കാരണം വിശ്രമമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായ മാനസിക തീർച്ചയായിട്ടും നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെയാണ്, ഈ CPOമാർക്കൊപ്പം തന്നെയാണ്, ഈ ASIമാർക്കൊപ്പം തന്നെയാണ്. മണിക്കൂറുകൾ നീണ്ടുന്ന ഡ്യൂട്ടി, അതേൽപ്പിക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. പിന്നീടാണ് ഈ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ഏമാന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡയലോഗും. അതൊക്കെ ശരിക്കും മനുഷ്യത്വരഹിതമായിട്ടുള്ള വിനിമയമാണ് പലപ്പോഴും ഈ ഓഫീസുകളിലൊക്കെ സംഭവിക്കുന്നത്. ശരിയാണ്, നിങ്ങൾ ക്രമസമാധാനം പാലിക്കാൻ നിയുക്തരായിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷേ താഴെയുള്ള ജീവനക്കാരോട് മനുഷ്യത്വപരമായി പെരുമാറുക എന്നുള്ളത് മിനിമം ഒരു അന്തസ്സാണ് സാർ. കാരണം ഈ ജോലിക്കൊക്കെ ഇവർ പരീക്ഷ എഴുതി വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെ വലിയ രീതിയിൽ പരീക്ഷ എഴുതി വന്നവരായിരിക്കില്ല. പക്ഷേ അവരുടെ തക്കതായ രീതിയിൽ അധ്വാനിച്ച് പണിയെടുത്ത് വന്നിരിക്കുന്ന മനുഷ്യരാണ്. അവരെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നത് ഒട്ടും ശരിയല്ല. റോഷിപാൽ, ഈ വിവരം മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കമുള്ളവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സംഘടനകൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കറിയാവുന്നതുപോലെ ഇതൊരു ഡിസിപ്ലിൻ ഉള്ളൊരു സംഘം, യൂണിഫോം സേന ആയതുകൊണ്ട് തന്നെ ഇതിൽ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. ഇവർക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തുറന്ന് പറയാൻ പോലും കഴിയില്ല എന്ന നിസ്സഹായാവസ്ഥയുമുണ്ട്, അല്ലേ റോഷിപാൽ? അരുൺകുമാർ, ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാ സർക്കാർ ജീവനക്കാർക്കും സംഘടനകളുണ്ട്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് യൂണിഫോം സേന എന്നതുകൊണ്ട് തന്നെ അതിന് സംഘടനയില്ല. ഇത്തരത്തിൽ അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ എത്തിക്കാൻ നിലവിലുള്ള 2 സംഘടനകളും താല്പര്യം കാണിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒന്ന് കേരള പോലീസ് അസോസിയേഷൻ, രണ്ടാമത്തേത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. രണ്ടും ഭരണവിലാസം സംഘടനയായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം മുഖ്യമന്ത്രി നിയമസഭയിൽ തുറന്ന് സമ്മതിച്ചിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയുടെ തലപ്പത്തുള്ള നേതാക്കൾ അത്തരത്തിൽ ഒരു മാനസിക സമ്മർദ്ദവും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്ത് അനുഭവിക്കുന്നില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയ നിയമസഭയിൽ നിന്ന് ഈസ്ഫോർഡിലേക്കുള്ളത് എനിക്ക് തോന്നുന്നത് കേവലം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരം മാത്രമാണ്. 5 കിലോമീറ്ററിനുള്ളിൽ ACP മുഖ്യമന്ത്രിയുടെ വാക്കിനെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വാക്കിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവിടണമെങ്കിൽ അയാളുടെ എത്രമാത്രം അരഗൻസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. റോഷിപാൽ നേരത്തെ പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥന് താഴ്ന്ന ജീവനക്കാരോട് തോന്നിയ ഏതോ ഒരു അസംതൃപ്തിയാണ് ഒരുപക്ഷെ ഇങ്ങനെ ഡ്യൂട്ടി ഇട്ട് കൊടുക്കാൻ കാരണമെന്ന്. അത് ശരിയാണെങ്കിൽ അതിനേക്കാൾ വലിയ മനുഷ്യത്വരഹിതമായ മറ്റൊരു കാര്യമുണ്ടോ റോഷിപാൽ? അരുൺകുമാർ, ഒരു സംശയവുമില്ല. ഒന്ന്, ഇത് മനുഷ്യത്വരാഹിത്യം എന്ന് പറയുന്നത്, ഒന്ന് ലോകത്തെമ്പാടും തൊഴിൽ സമയമുണ്ട്. ഈ തൊഴിൽ സമയത്തിൻ്റെ ഒക്കെ ലംഘനം അത് നടക്കുന്നത് പോലീസിൽ. ഒന്ന്, കൃത്യമായ വിശ്രമമില്ലാതെ പോലീസുകാർക്ക് ജോലി ചെയ്യുന്നത് അത് അപ്രായോഗികമാണ്. കാരണം ഇവർ സാധാരണ ജനങ്ങളുമായി ഇടപെടുന്നവരാണ്, ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, പലതരത്തിലുള്ള ജനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കൃത്യമായി ഉറക്കില്ലാതെ മാനസിക സമ്മർദ്ദത്തോടെ ഇവർക്ക് എങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കും? പ്രധാനപ്പെട്ട കേസുകൾ എങ്ങനെ ഇവർക്ക് അന്വേഷിക്കാൻ സാധിക്കും എന്നത് ഒരു ഭാഗത്ത്. അത് മനുഷ്യത്വത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഘടകമാണ്. അനാവശ്യമായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാർ, അവർക്ക് അസംതൃപ്തി ഉണ്ടാകുമ്പോൾ താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കും, അല്ലെങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിക്കും. ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഈ അജിത് രാജ് എന്ന തിരുവനന്തപുരം വിഴിഞ്ഞത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രതിനിധി മാത്രമാണ്. കേരളത്തിലെമ്പാടുമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പതിവാണ്. പക്ഷേ അത് പുറത്ത് വരുന്നില്ല. അത് പുറത്തു വരേണ്ടതും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും കേരള പോലീസ് അസോസിയേഷനാണ്. പക്ഷേ സങ്കടകരമാണ്, ഖേദകരമാണ് ഈ അസോസിയേഷൻ ഭരണവിലാസം സംഘടനയെ അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതെ സംശയമൊന്നുമില്ല. പരമവിലാസ സംഘടന തന്നെ മാത്രമല്ല, പിന്നീട് സർക്കാരിനെതിരെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥ സംഘടനയാണ്. നിങ്ങൾക്കും ആത്മാഭിമാനമൊക്കെ ഇല്ലേ? ശരിയാണ്, യൂണിഫോം സർവീസാണ്, മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവൊക്കെ പാലിക്കണം. പക്ഷെ 48 മണിക്കൂറൊക്കെ സ്വന്തം സഹപ്രവർത്തകന് ഒരു ഡ്യൂട്ടി ഇട്ട് കൊടുക്കുമ്പോൾ ആ ഡ്യൂട്ടിക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ നമ്മുടെയൊക്കെ സംഘടന? എന്ത് അച്ചടക്ക നടപടിയാണ് ഇതൊക്കെ? മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഈ ലോകത്ത് തൊഴിൽ സമയം നിജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടാണ് മെയ് 1 തൊഴിൽ ദിനമായിട്ട് നമ്മൾ ആചരിച്ചത്. അത് അറിയാത്തവരല്ലല്ലോ. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുന്ന താല്പര്യത്തിനനുസരിച്ച് താഴത്തെ ജീവനക്കാരന് സമ്മർദ്ദം ഏൽപ്പിക്കാനുള്ള ഒരു അവകാശവുമില്ല. എന്തായാലും വിജയകുമാറിനോടും അജിത് കുമാറിനോടും ഒപ്പം തന്നെയാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും ഉള്ളത്. ഇത്തരം സമ്മർദ്ദം അനുഭവിക്കുന്ന, ഫീൽഡിൽ നിന്ന് സമ്മർദ്ദം അനുഭവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ 48 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു ആവശ്യവുമായി വരുന്ന സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. മൊത്തം നമ്മുടെ നിയമ സംവിധാനത്തെയും നീതിന്യായ വ്യവസ്ഥയും അട്ടിമറിക്കാൻ ഇത്തരം ഉത്തരവുകൾ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ACP ആ ഉത്തരവ് പിൻവലിക്കണം. ഇനിമേലിൽ ഒരു ACPയും ഇങ്ങനെ ഒരു ഉത്തരവിടാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. തീർച്ചയായിട്ടും ഈ വാർത്ത നമ്മൾ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും. അജിത് കുമാറിനോടും വിജയകുമാറിനോടും ഒപ്പമാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും ഉള്ളത്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് CPOമാരും ASIമാരും നമ്മുടെ നാട്ടിലുണ്ട്. മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടും മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് 5 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു സ്ഥലത്ത്
സ്ഥലത്ത് ഈസ്റ്റ് ഫോർട്ടിലുള്ള ACP ഇത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുന്നത്, മനുഷ്യത്വരഹിതമായ ഉത്തരവിട്ടിരിക്കുന്നത്. അതിനെ ശക്തമായി തന്നെ നമ്മൾ നേരിടേണ്ടതുമുണ്ട്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നലെ പത്തനംതിട്ട തിരുവല്ല നഗരസഭയിലെ ഓഫീസിലെ ജീവനക്കാർ ഞായറാഴ്ച വന്ന അധിക സമയം ജോലി ചെയ്തതിനിടയിൽ അവരുടെ ജോലി സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ ഒരു റീലിട്ടത് വലിയ വിവാദമായിരുന്നു. ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ബോധമില്ലാത്ത ചങ്ങാതിമാർ ആ റീലിനെ കുറിച്ച് വിമർശനമൊക്കെ ഉന്നയിച്ചു. അതിനെതിരെ നടപടി വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു.